അതൊക്കെ CPIയുടെ സമ്മേളനത്തിൽ എന്താ വന്നതെന്ന് നമുക്കറിയില്ല. ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ വരുന്ന വിമർശനങ്ങളെല്ലാം പുറത്തറിയില്ലല്ലോ. വിമർശനം കാര്യം കാണും, പക്ഷേ ഗവൺമെൻറ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു പരിപാടി പറഞ്ഞിട്ട് അതിലായിട്ട് ആ പരിപാടിക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം, അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. ഉദാഹരണം, ജലജീവന് ബഡ്ജറ്റ് വെച്ചത് കഴിഞ്ഞ 5 വർഷമായിട്ട് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം പണം കൊടുക്കേണ്ടി വരും. എഡ്യൂക്കേഷന് ഇപ്പോൾ ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, കേന്ദ്ര ഗവൺമെൻറ് പണം തരാനുള്ളത് തരുന്നേ ഇല്ല. ഇപ്പോൾ SSK അതുപോലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ പണം തരുന്നില്ല. പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞുവിടാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും. ഇപ്പം കാരുണ്യ 700 കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസിന് വെക്കുന്നത്. 1400 കോടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്, അതിനങ്ങനെ പ്രാവശ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് 1,15,000 കോടിയായിരുന്നു ഒരു വർഷം ശരാശരി ചിലവാക്കി. ഇപ്പോൾ അത് 1,70,000 കോടിയായിട്ടുണ്ട്. ഈ വർധന എല്ലായിടത്തും ആനുപാതികമായി വരും. നിങ്ങൾ നോക്കിയോ, എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ 50,000-ലധികം കോടി രൂപ ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ള കണക്കും ഇതും ഞാൻ വെറുതെ പറയുന്നതല്ല. നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക്, അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കണക്ക്, ഇതെല്ലാം അനുസരിച്ചാണ്. അപ്പോൾ ഞങ്ങളിത് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോവാണ്. പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യമാണെന്നല്ലാതെ വേറൊരു വ്യത്യസ്തമായ കാര്യമില്ല. ഏതായാലും ചർച്ചകൾ വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെ എല്ലാ കമ്മിറ്റിക്കകത്തും, ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾക്കകത്തൊന്നും വേണ്ടി വിമർശനം വരും ഓരോന്നിനെപ്പറ്റി. വിമർശനം ഇല്ലാതെ പിന്നെ പാർട്ടികളില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല. അത് വേറെ തരത്തിലുള്ള വിമർശനമല്ല. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ആദ്യം അനുകൂലിച്ചും പിന്നെ തള്ളിപ്പറഞ്ഞും ശശി തരൂർ പറയുന്നത് പോലെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലല്ലോ. എല്ലാ പാർട്ടി കമ്മിറ്റിക്കകത്തും സമ്മേളനത്തിനകത്തും അതത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പൊതുവിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരും. അത് സ്വാഭാവികമാണ്.